ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ ദ്വാദശാക്ഷര മന്ത്രത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ്. പക്ഷേ അതിൻ്റെ മഹത്വം, അത് എങ്ങനെ ഉണ്ടായെന്നും ആരോട് പറഞ്ഞെന്നും നമുക്ക് അറിയില്ല, മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പിറകിൽ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എന്തുവാണെന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രം എന്തുവാണെന്നും മന്ത്രം എങ്ങനെ ജപിക്കേണ്ടെന്നും മന്ത്രത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞ് സർവ്വസിദ്ധികളും കിട്ടുന്ന എല്ലാ അഭീഷ്ടങ്ങളും നിങ്ങളുടെ സാധിച്ചു തരുന്ന ഒരു മന്ത്രമാണ്. അത് നിഷ്ഠയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ദ്വാദശാക്ഷര മന്ത്രം എങ്ങനെയാണ്, ഇത് ഉത്ഭവിച്ച ആരാണ്, ആരോട് പറഞ്ഞാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ മനുവിൻ്റെ പുത്രനായ ഉത്ഥാനപാത രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സുരുചിയും ഒന്ന് സുനിതിയും. അപ്പോൾ സുരുചിയുടെ മകനാണ് ഉത്തമൻ, സുനിതിയുടെ മകനാണ് ധ്രുവൻ. അപ്പോൾ രാജാവിന് ഏറ്റവും കൂടുതൽ സുരുചിയോടായിരുന്നു ഇഷ്ടം. അപ്പോൾ ഒരു ദിവസം സുരുചിയുടെ മകനായ ഉത്തമൻ